ശ്രീ ശരൺദേവ്, അതായത് ഇപ്പോൾ കോൺഗ്രസിൻ്റെ ഒരു എലമെൻ്റ് നിങ്ങൾക്ക് ചൂണ്ടിക്കാണിക്കാം, ശരിയായിരിക്കാം. പക്ഷേ അതിനപ്പുറത്തേക്ക് മൂർത്തമായ ചില സാഹചര്യങ്ങളുണ്ട്. അതായത് ഈ ഭരണവിരുദ്ധ വികാരം ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ അത് സാധ്യമാക്കിയത് കെജ്രിവാളിൻ്റെ അടക്കമുള്ള സർക്കാരിൻ്റെ പ്രവൃത്തികളുടെ ഫലമാണ്. കാരണം ഏറ്റവും പ്രധാനപ്പെട്ടതായി നാം നോക്കേണ്ടത് കെജ്രിവാളും അതിഷിയും ഒക്കെ പിന്നിലാകുന്നു. സിസോദിയും ഒരു ഘട്ടം വരെ പിന്നിലായിരുന്നു. അപ്പോൾ സ്വാഭാവികമായി ഇത് ഒരു കേവലം ഒരു ആൻറ്റി ഇൻകംബൻസി ഫാക്ടർ വന്നു. കോൺഗ്രസിൻ്റെ വോട്ട് ഭിന്നിപ്പ് ഇങ്ങനെ മാത്രം കാണാനാകില്ല. ആം ആദ്മി പാർട്ടിക്ക് അവിടെ കൃത്യമായ ഉത്തരവാദിത്വമുണ്ട്. അത് തിരിച്ചറിയാനും അതിലേക്ക് പോകാനും ആം ആദ്മി പാർട്ടിക്ക് ഇപ്പോഴാകുന്നുണ്ടോ? ശരൺദേവ്. തീർച്ചയായിട്ടും ആം ആദ്മി പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം അവിടെ ഒരു ഭരണവിരുദ്ധ വികാരമെന്നു പറയുന്ന ഒരു സംഭവം ഇല്ല എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഞങ്ങളുടെ സംസ്ഥാന പ്രസിഡന്റ് അഡ്വക്കേറ്റ് വിനോദ് മാത്യു വിൽസൺ ഉൾപ്പെടെ കേരളത്തിൽ നിന്നും ഒരു ടീം അവിടെ പോയി പ്രവർത്തിച്ചിരുന്നു. അപ്പോൾ അവിടെ ഭരണവിരുദ്ധ വികാരമെന്ന് പറയുന്ന ഒരു കാര്യം അവിടെ ഇല്ല. പക്ഷേ എന്നിരുന്നാൽ ഈ കഴിഞ്ഞ 2 വർഷം മുൻപ് തന്നെ ED ഉപയോഗിച്ചുകൊണ്ട് തന്നെ ED ഉപയോഗിച്ച് അവിടെ ഓൾറെഡി ഒരു പ്രചരണം BJPയുടെ ഭാഗത്തു നിന്ന് തുടങ്ങി എന്നുള്ളത് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പോൾ ED അതുപോലെ തന്നെ മീഡിയാസ്, അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് കൃത്യമായിട്ടുള്ള പ്രൊപ്പഗണ്ട അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു ഫോൾസ് പ്രൊപ്പഗണ്ടാസ് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നതിൽ BJP വിജയിച്ചു. അപ്പോൾ ആ ഒരു രീതിയിലുള്ള ഒരു ചെറിയൊരു പ്രശ്നങ്ങളാണ് ഇപ്പം നിലവിൽ കാണുന്നത്. പക്ഷേ ശരൺദേവ്, അതൊക്കെ പറഞ്ഞൊഴിഞ്ഞു മാറൽ മാത്രമല്ലേ. ഞാനൊരു കാര്യം ചോദിക്കുന്നു. ED ഉപയോഗിച്ച് ഇത്തരത്തിൽ മദ്യ അഴിമതി അടക്കമുള്ള കാര്യങ്ങളിൽ നിങ്ങൾ സിസോദിയെയും അല്ലെങ്കിൽ അരവിന്ദ് കെജ്രിവാളിനെയും ഒക്കെ കൊടുക്കാനാകുന്നു എന്ന് പറയുന്നതിലെ എന്താണ് അതിൻ്റെ അന്തർനാടകം? എന്താണ് കെജ്രിവാളിനെ പോലെ ഇത്രയും മിടുക്കനായ ഒരു അഡ്മിനിസ്ട്രേറ്റർക്ക് ഈ പുതിയ കാലത്ത് ജനങ്ങളുടെ വിശ്വാസം നേടി എത്താനായ ഒരു പുതിയ പാർട്ടിയെ കൊണ്ടുവരാനായ അരവിന്ദ് കെജ്രിവാൾ? നമുക്കറിയാം അണ്ണാ ഹസാരെ മൂവ്മെൻറ്റിൻ്റെ മുഴുവൻ ഗുണവും യഥാർത്ഥത്തിൽ ഒരു തലത്തിൽ ലഭിച്ചത് ആം ആദ്മി പാർട്ടിക്കാണ്. ഇങ്ങനെയൊക്കെയുള്ള കെജ്രിവാളിന് ഈ പ്രൊപ്പഗണ്ടയെ പൊളിക്കാനായില്ലേ? അതും ദില്ലിയെ പോലെ ഒരു ചെറിയ സംസ്ഥാനത്ത്. പഞ്ചാബിലേക്ക് പോലും അധികാരത്തെ വ്യാപിപ്പിച്ചവരല്ലേ നിങ്ങൾ? തീർച്ചയായിട്ടും ഒരു എലക്ഷൻ ജയിക്കുക എന്ന് പറയുന്നത് വിവിധ തരത്തിലുള്ള ഫാക്ടേഴ്സിൻ്റെ അടിസ്ഥാനത്തിലാണെന്ന് എല്ലാവർക്കും അറിയാം. അപ്പം ആ ഒരു ഫാക്ടേഴ്സുമായി ബന്ധപ്പെട്ടുകൊണ്ട് അദ്ദേഹം നടത്തിയിട്ടുള്ള ഈ 10 വർഷക്കാലമായിട്ട്, അല്ലെങ്കിൽ അദ്ദേഹം ഈ കഴിഞ്ഞ 3 തവണയായിട്ട് അദ്ദേഹം ചീഫ് മിനിസ്റ്ററായിരുന്നു, ഈ കഴിഞ്ഞ 10 വർഷത്തെ കണ്ടിന്യൂസ് ഭരണ നേട്ടങ്ങളെ അതിനെ ഒരു സൈഡ് ലൈൻ ആക്കിക്കൊണ്ട്, അല്ലെങ്കിൽ അദ്ദേഹം ഒരു ചെറിയ വീഴ്ചകൾ അല്ലെങ്കിൽ പ്രൊപ്പഗണ്ട ഈ പറയുന്നത്, അതായത് ഫോൾസ് പ്രൊപ്പഗണ്ടാസിനെ തന്നെ അവിടെ എക്സിക്യൂട്ട് ചെയ്യുന്ന ഒരു കാഴ്ചയാണ് കണ്ടത്. അപ്പോൾ ആ ഒരു കാഴ്ച തീർച്ചയായിട്ടും സാധാരണക്കാരായിട്ടുള്ള ജനങ്ങളെ കൺഫ്യൂഷനിലോട്ട് ആക്കുന്നു എന്നുള്ളത് തീർച്ചയായിട്ടും അവിടെ ഒരു ഫാക്ടറാണ്. അപ്പം അതിനോടൊപ്പം തന്നെ ഇപ്പം നേരത്തെ പറഞ്ഞ ഒരു വോട്ട് ഷെയറിൻ്റെ കാര്യത്തിലുള്ള കാര്യം പറഞ്ഞു. പക്ഷേ കോൺഗ്രസിൻ്റെ ലക്ഷ്യമെന്ന് പറയുന്നത് തീർച്ചയായിട്ടും ആം ആദ്മി പാർട്ടിയെ തകർക്കുക. അപ്പോൾ അതിൽ ഈ പറയുന്ന പോലെ അവർ കൃത്യമായിട്ട് അതിനകത്ത് വർക്കൗട്ട് ചെയ്തു എന്നുള്ളത് തന്നെയാണ് ഇതിനകത്ത് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പോൾ അവിടെ കോൺഗ്രസിൻ്റെ ഭാഗത്തു നിന്നുള്ളൊരു പ്രചരണം പോലും അത് BJPക്ക് വേണ്ടി, അല്ലെങ്കിൽ BJPയുടെ ഈ പറയുന്ന പോലെ ഒരു BJP ആ ഒരു മുന്നിൽ കണ്ട, അല്ലെങ്കിൽ BJP ലക്ഷ്യം വെച്ചിട്ടുള്ള ആ ഒരു കൺസോളിഡേഷനിലോട്ട് അവരുടെ പ്രചരണം പോലും മാറിയിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇപ്പം കഴിഞ്ഞ 2020 തെരഞ്ഞെടുപ്പ് കാലഘട്ടത്തിൽ ഉണ്ടായ ഷഹീൻ ബാഗ് ഇഷ്യൂ പോലും, അപ്പോൾ അവിടെ ഒരു കമ്മ്യൂണൽ പോളറൈസേഷന് വേണ്ടി ശ്രമിച്ചിരുന്ന ഒരു ഇഷ്യൂ ആയിട്ട് തന്നെയാണ് അവിടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്.